നമസ്കാരം. IPL 2026 ചൂടേറിയ പോരാട്ടങ്ങൾക്കിടയിൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ റൺ മെഷീൻ വിരാട് കോഹ്ലിയും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വെടിക്കെട്ട് ഓപ്പണറായ ട്രാവിസ് ഹെഡും തമ്മിൽ മൈതാനത്ത് കടുത്ത വാക്പോരുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ആരുടെ ഭാഗത്താണെന്ന് തെറ്റെന്ന് ചിന്തിക്കേണ്ട പോലുമില്ല. കിങ് കോഹ്ലി എന്ന് അവകാശപ്പെടുന്ന എന്നാൽ എല്ലാവരും ഹേറ്റായി മാറുന്ന അദ്ദേഹത്തിന്റെ അഗ്രഷൻ തന്നെയാണ് ഇതിനൊരു കാരണം. കളി നടക്കുമ്പോൾ പരസ്പരം സ്ലെഡ്ജ് ചെയ്തും ഇരു താരങ്ങൾ തമ്മിലുള്ള തർക്കം മത്സരശേഷവും അവസാനിച്ചില്ല. അവസാനം മത്സരത്തിന് ശേഷം എപ്പോഴും താരങ്ങൾ തമ്മിൽ കൈ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഹാൻഡ് ഷേക്ക് എന്ന് നമ്മളെല്ലാവരും സൗഹൃദപരമായി സ്പോർട്സ്മാൻഷിപ്പ് എന്ന് വിളിക്കുന്ന ഒരു കാര്യം. അങ്ങനെ കൈ ഷേക്ക് ചെയ്യാനായി എത്തിയ സമയത്ത് കോഹ്ലി കൈ കൊടുത്തില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ട്രാവിസ് ഹെഡും കോഹ്ലിയും ഓരോരുത്തർക്കും കൈ കൊടുത്ത് നടന്നു പോകുന്ന സമയത്ത് ഇരുവരും മറുദിശകളിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കോഹ്ലി ഈ ട്രാവിസ് ഹെഡിനെ കണ്ടതും കൈ മാറ്റുകയും കൈ പൊക്കുക പോലും ചെയ്തില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് കോഹ്ലി ക്രീസിൽ നിന്ന സമയത്ത് അദ്ദേഹം നന്നായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുടക്കം. അപ്പോൾ അവിടെ നിന്ന് ഹെഡിനോട് അങ്ങോട്ട് കയറി ചൊറിയുകയായിരുന്നു കോഹ്ലി എന്നാണ് ട്രോളുകൾ തന്നെ നിറയുന്നത്. അങ്ങോട്ട് കയറി കോഹ്ലി ഹെഡിനോട് അവിടെ ബോൾ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ നമ്മൾ കണ്ടത് ഹെഡ് അവിടെ ബോൾ ചെയ്യാൻ വരുന്നതിന് മുൻപ് തന്നെ കോഹ്ലി ഔട്ടായി പോകുന്നതാണ്. വെറും 15 റൺസ് മാത്രമാണ് കോഹ്ലിക്ക് കളിയിൽ നേടാൻ സാധിച്ചത്. 15 റൺസ് വെച്ചിട്ടാണ് ഇത്തരം ഒരു ആറ്റിറ്റ്യൂഡ് ഹെഡിന്റെ മുന്നിൽ ഇറക്കിയത് എന്നുകൂടി പറയുന്നു. ഹെഡിനെ ഇതുപോലെ തന്നെ അവിടെയുള്ള ബൗളർമാരൊക്കെ തന്നെയും നിരപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മറക്കാൻ സാധിക്കില്ല. SRH ജയിച്ചുവെങ്കിലും നമുക്കത് മറക്കാൻ സാധിക്കില്ല. അതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് ഹെഡ് ആദ്യമായി ബോൾ ചെയ്ത ആ ഓവറിൽ ആദ്യത്തെ ബോളിൽ നേടിയത് പാട്ടിദാറിന്റെ വിക്കറ്റാണ്. അതായത് RCB എന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ക്യാപ്റ്റനായ രജത് പാട്ടിദാറിന്റെ വിക്കറ്റ്. കളി നടക്കുമ്പോൾ പരസ്പരം സ്ലെഡ്ജ് ചെയ്ത് ഇരു താരങ്ങളും തമ്മിലുള്ള തർക്കം മത്സരശേഷം അവസാനിച്ചില്ല എന്നത് ക്രിക്കറ്റ് ആരാധകർ പിന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പൊതുവെ കോഹ്ലി ഇങ്ങനെ തന്നെയാണ്. ഗ്രൗണ്ടിൽ അഗ്രഷൻ കാണിക്കാറുണ്ട്. പാഡുകളും ബാറ്റുകളും ഒക്കെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവക്കാരനാണ്. അദ്ദേഹത്തിന്റെ ടീമിലുള്ള മറ്റാരെങ്കിലും മിസ്കാച്ച് ആയി കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്ന് അതുവരെ വഴക്കു പറയുന്നത് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ടീം സ്പിരിറ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ ടീമിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനാകാത്ത ഒരു താരമാണെന്ന് പലപ്പോഴും കോഹ്ലി തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ആറ്റിറ്റ്യൂഡ്, അഗ്രഷൻ എന്നതൊക്കെ തന്നെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാത്തിടത്തോളം തന്നെ എത്തിക്കാൻ കോഹ്ലി പലപ്പോഴും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം. താൻ തോൽവിക്ക് പിന്നാലെ കടുത്ത ദേഷ്യത്തിലായിരുന്നു കോഹ്ലി. ട്രാവിസ് ഹെഡിന് ഹാൻഡ് ഷേക്ക് പോലും നൽകാതെ പൂർണ്ണമായി അവഗണിച്ച് നടന്നു പോകുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കനത്ത ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അവിടെ ട്രാവിസ് ഹെഡ് ആയിരുന്നെങ്കിലോ, കോഹ്ലി ആദ്യം സ്ലഡ്ജ് ചെയ്ത് സംസാരിച്ചപ്പോൾ പോലും അദ്ദേഹം ഒന്നും മിണ്ടാതെ കൈകെട്ടി മൂളുകയും തലയാട്ടുകയുമായിരുന്നു ചെയ്തത്. അതിനുശേഷം കോഹ്ലിയുമായി ഹാൻഡ് ഷേക്ക് ചെയ്യാൻ ട്രാവിസ് ഹെഡ് കൈ പൊക്കിയാണ് വന്നതും. എന്നാൽ കോഹ്ലി അത് ചെയ്യാത്തപ്പോൾ തന്നെ ട്രാവിസോടൊന്ന് നിശ്ചലമായി പോവുകയും ചെയ്തു. ഹെഡ് അവിടെ നിന്ന് നോക്കുകയും ചെയ്തു. പിന്നെ അതെല്ലാവരും കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് മിണ്ടാതെ മറ്റുള്ളവർക്ക് ഹാൻഡ് ഷേക്ക് ചെയ്ത് മുൻപോട്ട് പോവുകയായിരുന്നു. എന്നാൽ കോഹ്ലി കാണിച്ചത് വെറും വളരെയധികം തന്നെ ഒട്ടും വിശ്വസിക്കാനാകാത്തതും അത്ഭുതപ്പെടുത്തുന്നതുമാണ് എന്ന് പറയാം. ഒരു മത്സരത്തിന്, അതായത് എന്ത് മത്സരം എടുത്താലും അതിലൊരു വേണ്ട ഒരു കാര്യം സ്പോർട്സ്മാൻഷിപ്പ് എന്നതാണ്. അത് കോഹ്ലിക്ക് ഇല്ല എന്ന് മുൻപും കോഹ്ലി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്.